ഒരു ഏകാന്ത യാത്രക്കാരന് ഹിമവാന്റെ തെക്കൻ ചരിവുകളിലേക്ക് വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. പാത ശാന്തമായിരുന്നു. അവന്റെ കാൽപ്പാടുകളുടെ ശബ്ദം മാത്രമാണ് ആ നിശബ്ദത ഭംഗം വരുത്തിയത്. ദൂരെയായി ആകാശത്തേക്ക് മൃദുവായി ഉയരുന്ന പുകച്ചുരുൾ അവന്റെ കണ്ണിൽപ്പെട്ടു. അവൻ തന്റെ വേഗം കൂട്ടി. ഉടൻ തന്നെ ചെറുതായി കൂട്ടമായിട്ടുള്ള തഴപ്പാലകൾ കാണപ്പെട്ടു. അവൻ നൈമിഷാരണ്യത്തിലെത്തിയിരുന്നു. അവനെ കണ്ടതു മാത്രം അവിടെ താമസിച്ചിരുന്ന മഹർഷിമാർ എഴുന്നേറ്റ് ആദരവോടെ അവനെ സ്വാഗതം ചെയ്തു. അർഘ്യവും പാദ്യവും നൽകി ദീർഘയാത്രയ്ക്ക് ശേഷം അവൻ വിശ്രമത്തിലായെന്ന് ഉറപ്പാക്കി. അവരിലെ നേതാവായ ശൗനകൻ കൈകൂപ്പി മുന്നോട്ടു വന്നു. മഹാനെ, നമ്മുടെ ആശ്രമം നിങ്ങളുടെ സന്ദർശനത്താൽ ധന്യമായി. നിങ്ങൾ രോമഹർഷണന്റെ പുത്രനായ ഉഗ്രശ്രവസാണല്ലോ. മഹർഷി വ്യാസൻ നിങ്ങളുടെ പിതാവിൻ്റെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് പിതാവ് സകല പുരാണങ്ങളും അഭ്യസിച്ചത്. നിങ്ങൾ സൂതപൗരാണികൻ എന്ന നിലയിൽ പ്രശസ്തനാണ്. നിങ്ങളുടെ പാദത്തിങ്കലിരുന്ന് നിങ്ങളുടെ കഥകൾ കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദയവായി അവയെ ഞങ്ങളോട് പങ്കുവെക്കണമേ. ഉഗ്രശ്രവസ് സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. നിങ്ങൾ 1000 വർഷം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മസത്രയജ്ഞം നടത്തുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ദ്വാപരയുഗം അവസാനിച്ചിരിക്കുന്നു. കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിന്റെ ആഗമനത്തോടെ ഭൂമി അസത്യത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും വാസസ്ഥലമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ പുണ്യസ്ഥലം കലിയാൽ സ്പർശിക്കപ്പെടില്ലെന്ന് ഞാൻ അറിയാം. അതിനാലാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾക്ക് എന്ത് സേവനം വേണമെന്ന് പറയും. ശൗനകൻ ഗൗരവത്തോടെ പറഞ്ഞു. ലോകത്തിൻ്റെ അവസ്ഥയാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. മനുഷ്യജീവിതം ഇപ്പോൾ ക്ഷണികമാണ്. രോഗങ്ങൾ യുവത്വം കവർന്നെടുക്കുന്നു. മരണങ്ങൾ അകാലത്തിലാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ 6 മഹാശത്രുക്കൾ മനുഷ്യൻ്റെ മനസ്സിനെ മൂടിക്കെട്ടുന്നു. അതിൻ്റെ ഫലമായി ബുദ്ധി അജ്ഞാനത്തിലാകുന്നു. മായ എന്ന ഈ ഭ്രമത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ അതിനുള്ള സമയവും താൽപ്പര്യവുമില്ല. അതിനാൽ ഒരു ഒറ്റ മഹാഗ്രന്ഥം, അതിനെ പഠിച്ചാൽ മനുഷ്യൻ ശുദ്ധനും സൽഗുണസമ്പന്നനുമായി തീർന്ന് കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്ന അത്തരമൊരു ഗ്രന്ഥത്തെക്കുറിച്ച് ഞങ്ങളോട് പറയണമേ. ദ്വാപരയുഗത്തിൽ നാരായണന്റെ അവതാരമായ കൃഷ്ണൻ ഭൂമിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ ലോകം വിട്ടപ്പോൾ ധർമ്മവും കൂടെ വിട്ടുപോയതുപോലെയാണ്. മനുഷ്യരിപ്പോൾ അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ വഴിതെറ്റിയിരിക്കുന്നു. കൃഷ്ണൻ പോയതിനു ശേഷം ധർമ്മം എവിടെയാണ് അഭയം കണ്ടെത്തിയത്? ഈ ചോദ്യം ഉഗ്രശ്രവസിനെ അതീവ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ദയയുടെയും ജ്ഞാനത്തിന്റെയും പ്രകാശം തെളിഞ്ഞു. ഞാൻ നിങ്ങൾക്കത് പറയുന്നു. കലിയുഗത്തിലെ ഇരുട്ടിനെ അകറ്റുന്ന ഒരു പുതിയ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ആ സൂര്യനാണ് വേദവ്യാസൻ രചിച്ച ഭാഗവത പുരാണം. ഭഗവാൻ അനന്തനാണ്. കാരണഫലബന്ധങ്ങൾക്ക് അതീതനാണ്. സാധാരണ മനുഷ്യൻ ജന്മജന്മാന്തരങ്ങളിലൂടെ കർമ്മബന്ധത്തിൽ കുടുങ്ങി ജീവിക്കുന്നു. മനുഷ്യൻ്റെ പരിമിതമായ ഇന്ദ്രിയങ്ങളാൽ ഭഗവാനെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയില്ല. ഈ മനുഷ്യപരിമിതികൾ അറിഞ്ഞുകൊണ്ട് അതീവ കരുണയാൽ ഭഗവാൻ പലപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാകുന്ന രൂപങ്ങളിൽ അവതരിച്ചിട്ടുണ്ട്. ധർമ്മം ഭീഷണിയിലായപ്പോഴെല്ലാം അദ്ദേഹം അവതരിച്ചു, അതിനെ സ്ഥാപിച്ചു. അദ്ദേഹം തുടർന്നു. ഈ കാലഘട്ടത്തിൽ പരമസത്യത്തെ ധ്യാനിക്കുക എളുപ്പമല്ല. പക്ഷേ എത്ര വലിയ പാപിയാണെങ്കിലും ഭഗവാന്റെ കഥകൾ ശ്രവിച്ചാൽ അവൻ മോചിതനാകും. അതിൻ്റെ പേരാണ് ഭക്തിമാർഗം. എല്ലാ അവതാരങ്ങളിലൂടെയും ഒഴുകുന്ന സ്വർണ്ണ നൂലാണ് ഭക്തി. ജപമാലയിലെ മണികൾ പോലെ ഭാഗവത പുരാണത്തിലെ ഓരോ കഥയും മനുഷ്യനെ ഭഗവാനോട് അടുത്തുകൊണ്ടുപോകുന്നു. ലോകക്ഷേമത്തിനായി തൻ്റെ അവസാന സംഭാവനയായി വ്യാസൻ ഈ പുരാണം രചിച്ചു. കലിയുഗത്തിലെ ധർമ്മം തന്നെയാണ് ഭാഗവതം. നൈമിഷാരണ്യത്തിലെ മഹർഷിമാർ മൗനത്തിലായി. അവരുടെ ഹൃദയം സമാധാനവും പ്രത്യാശയും കൊണ്ട് നിറഞ്ഞിരുന്നു. ധർമ്മം അപ്രത്യക്ഷമായിരുന്നില്ല. ഭാഗവത പുരാണമായി അതിപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരുന്നു.